തൃശൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ്. സംസ്ഥാന നേതൃത്വം പ്രാഥമിക സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് സീറ്റായ ചാലക്കുടിക്ക് പുറമെ തൃശൂർ, ഒല്ലൂർ, മണലൂർ, കൊടുങ്ങല്ലൂർ, കുന്നംകുളം, ചേലക്കര തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ധാരണയായത്. ടി.എൻ. പ്രതാപൻ മണലൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ.ജെ. ജനീഷ കൊടുങ്ങല്ലൂരിൽ മത്സരിക്കും. സിറ്റിംഗ് എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കും. AICC അംഗീകരിച്ചാൽ ഉടൻ പട്ടിക പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ വരുന്നത്. ലെവിൻ കെ വിജയൻ കൂടുതൽ വിശദമായി പറയും കാര്യങ്ങൾ. ലെവിൻ, അങ്ങനെ തൃശ്ശൂരിലെ കാര്യങ്ങളിൽ ഏകദേശ ധാരണകളിലേക്ക് എത്തുകയാണ്. 7 പേരെ, അതിലൊരു സിറ്റിംഗ് MLA-യുടെ സ്ഥാനം പറഞ്ഞുകൊണ്ട് തന്നെ 7 പേർക്കുള്ള സാധ്യതകൾ പറഞ്ഞുകൊണ്ട് എപ്പോഴേക്കും അന്തിമ പട്ടിക ഉണ്ടാകും? ഏത് തരത്തിലാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ? സംഗീത, ചാലക്കുടി സിറ്റിംഗ് MLA ആയിട്ടുള്ള സനീഷ് കുമാർ ജോസഫിന്റെ കാര്യത്തിൽ അത്ഭുതങ്ങളൊന്നുമില്ല. അനീഷ് തന്നെ വീണ്ടും ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ മറ്റ് 6 മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥി നിർണയം ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ചേർന്ന തീരുമാനം പ്രാഥമികമായി എടുത്തിട്ടുള്ളതും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗ്രൂപ്പ് തർക്കങ്ങളും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും സജീവമാണ്. യുവ നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ വിവിധ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടരുന്നുമുണ്ട്. അതിനിടയിലാണ് ജില്ലയിൽ നിന്നുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള KPCC ഭാരവാഹികളും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ചേർന്ന് പ്രാഥമികമായ ഒരു ധാരണയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നാട്ടികയും കയ്പമംഗലവും കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് പുതുക്കാടും വടക്കാഞ്ചേരിയും ഒഴികെയുള്ള മറ്റ് 7 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ചാലക്കുടിയുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ചാലക്കുടിയെ കൂടാതെ ഒല്ലൂർ, തൃശൂർ, കുന്നംകുളം, അതോടൊപ്പം തന്നെ കുന്നംകുളത്തിന് പുറമെ മറ്റ് മണ്ഡലങ്ങളിൽ കൂടെ പുതുക്കാട് ഒഴികെയുള്ള മറ്റ് മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒല്ലൂരിൽ KPCC സെക്രട്ടറി ആയിട്ടുള്ള ഷാജി കോടങ്കണ്ടത്തിനെ പരിഗണിക്കുമ്പോൾ തൃശ്ശൂരിൽ പരിഗണിക്കുന്നത് UDF-ന്റെ ജില്ലാ ചെയർമാനും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവും മുൻ MLA-യുമായിട്ടുള്ള TV ചന്ദ്രമോഹനെയാണ്. ചേലക്കരയിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KV ദാസനെ പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ കുന്നംകുളത്ത് കോൺഗ്രസിന്റെ വനിതാമുഖമായിട്ടുള്ള ഡോക്ടർ സോയ ജോസഫിനാണ് പരിഗണന പ്രഥമമായി നൽകുന്നത്. അതോടൊപ്പം ഇനിയുള്ള ഒരു സീറ്റ് എന്ന് പറയുന്നത് ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ്, അതോടൊപ്പം തന്നെ മണലൂരിൽ മത്സരിക്കും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പായി നിൽക്കുന്നത് അത് മുതിർന്ന നേതാവും AICC സെക്രട്ടറിയുമായിട്ടുള്ള ടി.എൻ. പ്രതാപനാണ്. ടി.എൻ. പ്രതാപൻ മണലൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും മറ്റ് 2 മണ്ഡലങ്ങൾ കയ്പമംഗലവും ഗുരുവായൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൂടി പരിഗണനയിലുണ്ട്. ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ മണലൂരിൽ ടി.എൻ. പ്രതാപൻ മത്സരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ നാളെ KPCC നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു അന്തിമ ധാരണ എത്തും. അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് സീറ്റ് വിഭജനം നടത്തേണ്ടതടക്കമുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങളും ഉണ്ടാകും. ഇരിങ്ങാലക്കുടയിലും ഗുരുവായൂരിലുമാണ് നിലവിൽ കോൺഗ്രസിന് പുറമെ ഘടകകക്ഷികൾ മത്സരിക്കുന്നത്. ഈ കാര്യങ്ങൾ കൂടി തീരുമാനിച്ച ശേഷമാകും അന്തിമ സ്ഥാനാർത്ഥി നിർണയം. നാട്ടികയിലും പുതുക്കാടും വടക്കാഞ്ചേരിയിലും കയ്പമംഗലത്തും അടക്കമുള്ള സീറ്റുകളിൽ തീരുമാനമാകും. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് മടങ്ങിവരവ് അത്യാവശ്യമാണ് തൃശ്ശൂരിൽ. അതുകൊണ്ട് തന്നെ കാലം കൂട്ടിയുള്ള മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും അടക്കമുള്ള തയ്യാറെടുപ്പുകളുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. സംഗീത.